എല്ലാവർക്കും നമസ്കാരം. ഹിന്ദി മിത്രം എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, 10ാം ക്ലാസ്സിലെ ഹിന്ദി പാഠപുസ്തകത്തിലെ ഒന്നാമത്തെ യൂണിറ്റിലുള്ള ഹതാശാ സെ ഏക് വ്യക്തി ബൈഠ് ഗയാ ഥാ എന്ന ആസ്വാദന കുറിപ്പിന്റെ അവസാന ഭാഗമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നാം പരിചയപ്പെടുന്നത്. കുട്ടികളെ, ഹിന്ദി മിത്രം എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. प्यारे बच्चों, पिछले क्लास में हताशा से एक व्यक्ति बैठ गया था नामक टिप्पणी के प्रारंभिक भाग से परिचित होने का अवसर मिला है. ठीक है ना? वो കഴിഞ്ഞ ക്ലാസ്സിൽ നമുക്ക് ഹതാശാ സെ एक व्यक्ति बैठ गया था എന്ന പേരുള്ള ആസ്വാദന കുറിപ്പിന്റെ പ്രാരംഭ ഭാഗം പരിചയപ്പെടുന്നതിന് സാധിച്ചു. ശരിയല്ലേ? तो बताइए, हताशा से एक व्यक्ति बैठ गया था किसकी कविता है? അപ്പോൾ ഹതാശാ സെ एक व्यक्ति बैठ गया था എന്നുള്ളത് ആരുടെ കവിതയാണ്? വിനോദ് കുമാർ ശുക്ലയ്ക്ക്. ഹിന്ദിയിലെ വിഖ്യാത കവിയായ വിനോദ് കുമാർ ശുക്ലയാണ് ഹതാശാ സെ एक व्यक्ति बैठ गया था എന്ന കവിത എഴുതിയത്. तो हताशा से एक व्यक्ति बैठ गया था नामक कविता पर टिप्पणी किसने लिखी? അങ്ങനെയെങ്കിൽ ഹതാശാ സെ एक व्यक्ति बैठ गया था എന്ന പേരുള്ള ആ കവിതയ്ക്ക് ആരാണ് ആസ്വാദന കുറിപ്പ് എഴുതിയത്? നരേഷ് സക്സേന. ഹിന്ദിയിൽ അറിയപ്പെടുന്ന കവിയും എഴുത്തുകാരനുമായ നരേഷ് സക്സേനയാണ് ഹതാശാ സെ एक व्यक्ति बैठ गया था എന്ന കവിതയ്ക്ക് ആസ്വാദന കുറിപ്പ് എഴുതിയത്. तो देखिए, अपनी मौलिकता के साथ भाषा की अनगढ़ता के लिए विख्यात है कौन? ഇപ്പോ കാവ്യരചനയിൽ തനിമയോടൊപ്പം തികച്ചും സ്വാഭാവികമായിട്ടുള്ള ഒരു ഭാഷ ഉപയോഗിക്കുന്നതിൽ ആരാണ് വളരെയധികം വിഖ്യാതനായിട്ടുള്ളത്? വിനോദ് കുമാർ ശുക്ല. അപ്പോൾ വിനോദ് കുമാർ ശുക്ലയാണ് കാവ്യരചനയിൽ തനിമയോടൊപ്പം തനതായ ഒരു ഭാഷാശൈലി ഉപയോഗിക്കുന്നതിൽ വളരെയധികം വിഖ്യാതനായിട്ടുള്ളത്. देखिए, जानना शब्द के रूढ़िग्रस्त आधार यानी रूढ़िग्रस्त अर्थ क्या है? അപ്പോൾ ഒരു ജാന്ന എന്ന വാക്കിന്റെ ഒരു കൺസർവേറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ യാഥാസ്ഥിതികമായിട്ടുള്ള ഒരു മീനിങ് എന്താണ്? जानने के रूढ़िग्रस्त आधार है व्यक्ति को उनके नाम से जानना. അപ്പോൾ ജാന്ന എന്ന വാക്കിന്റെ ഒരു കൺസർവേറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ യാഥാസ്ഥിതികമായിട്ടുള്ള ഒരു മീനിങ് ഒരു വ്യക്തിയെ അവന്റെ പേരിലൂടെ അറിയുക എന്നുള്ളതും കൂടാതെ ഉൻകെ പദേ സെ ജാന അവന്റെ അഡ്രസ്സിലൂടെ അല്ലെങ്കിൽ അവന്റെ വിലാസത്തിലൂടെ തിരിച്ചറിയുക എന്നുള്ളതും കൂടാതെ ഉൻകി ഉമ്ര സെ ജാന അവന്റെ വയസ്സിലൂടെ തിരിച്ചറിയുക കൂടാതെ ഉൻകെ ഓഗ്ദേ സെ ജാന അവന്റെ പദവിയിലൂടെ തിരിച്ചറിയുക എന്നുള്ളതും കൂടാതെ ഉൻകി ജാതി സെ ജാന ഹെ അവന്റെ ജാതിയിലൂടെ തിരിച്ചറിയുക എന്നുള്ളതാണ്. അപ്പൊ ഇത്തരത്തിലാണ് ജാന്ന എന്ന വാക്കിന് നാം മനസ്സിലാക്കിയിട്ടുള്ള മീനിങ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ട്രഡീഷണൽ മീനിങ് എന്ന് പറയുന്നത്. तो देखिए, यहाँ लेखक के मत में जानने के असली आधार क्या है? എന്നാൽ ഇവിടെ ലേഖകന്റെ അഭിപ്രായത്തിൽ ജാന്ന എന്ന വാക്കിന്റെ ശരിക്കുള്ള ഒരു മീനിങ് അല്ലെങ്കിൽ ശരിക്കുള്ള ഒരു അടിസ്ഥാനം എന്താണ്? എങ്ങനെ ഒരു വ്യക്തിയെ മനസ്സിലാക്കണമെന്നാണ് ലേഖകൻ ഇവിടെ പറയുന്നത്. जानने के असली आधार है एक व्यक्ति की हताशा को जानना. അപ്പോൾ ജാന്ന എന്നുള്ളതിന്റെ ശരിക്കുള്ളൊരു മീനിങ് അല്ലെങ്കിൽ ശരിയായ ഒരു അർത്ഥം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ഹതാശാ കു ജാന്ന അവന്റെ വിഷമം എന്താണ് എന്ന് തിരിച്ചറിയുക കൂടാതെ ഉൻകി നിരാശാ കു ജാന്ന അവന്റെ നിരാശയെ തിരിച്ചറിയുക അല്ലെങ്കിൽ അവന്റെ നിരാശയ്ക്ക് കാരണം എന്ത് എന്ന് മനസ്സിലാക്കുക കൂടാതെ ഉൻകി അസഹായതാ കു ജാന്ന അവന്റെ നിസ്സഹായ അവസ്ഥ എന്താണ് എന്ന് മനസ്സിലാക്കുക കൂടാതെ ഉൻകെ സങ്കട് കു ജാന അവന്റെ ബുദ്ധിമുട്ട് എന്താണ് എന്ന് മനസ്സിലാക്കുക. അപ്പൊ ഇത്തരത്തിലാണ് ഒരു വ്യക്തിയെ മനസ്സിലാക്കേണ്ടത് എന്നാണ് ഇവിടെ ലേഖകൻ അഭിപ്രായപ്പെടുന്നത്. देखिए बच्चों, नरेश सक्सेना जी के मत में हताशा से एक व्यक्ति बैठ गया था नामक एक कविता हमें किसकी याद दिलाती है? तो नरेश सक्सेना ജിയുടെ അഭിപ്രായത്തിൽ ഹതാശാ സെ ഏക് വ്യക്തി ബൈഠ് ഗയാ ഥാ എന്ന പേരുള്ള ഈ കവിത നമ്മെ എന്താണ് ഓർമ്മപ്പെടുത്തുന്നത്? മനുഷ്യക്ക് തര ജാനേക്ക് ഒരു മനുഷ്യനെ മനുഷ്യനായി കാണാനാണ്
ഈ കവിത നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. लिखे बच्चों, टिप्पणी के आगे के भाग की ओर ध्यान दीजिए. तो ഈ ആസ്വാദനക്കുറിപ്പിന്റെ തുടർന്നുള്ള ഭാഗം ശ്രദ്ധിക്കുക. कविता लगातार नहीं जानने और जानने का बयान करती जाती है. കവിതയിൽ തുടർച്ചയായി നഹീം ജാന്നെ അറിയില്ല और जानने അറിയാം എന്ന് ബയാൻ കർത്തി ജാത്തി ഹെ ഇങ്ങനെ വർണ്ണിച്ചുകൊണ്ടേ പോകുന്നുണ്ട്. ശില്പി की इस बारीक कारीगरी को देखे. കാവ്യ ശില്പത്തിലെ ഈ സൂക്ഷ്മമായ ശില്പവിദ്യ കാണാം, അല്ലെങ്കിൽ അതിസൂക്ഷ്മമായ ഈ രചനാ വൈഭവം നമുക്കൊന്ന് കാണാം. ഒരു ഉദാഹരണം ഇവിടെ അതിന് തന്നിട്ടുണ്ട്. കവിതയിൽ നിന്നുള്ള വരികളാണ്. വോ മുझे नहीं जानता था. അയാൾക്ക് എന്നെ അറിയില്ലായിരുന്നു. ഹാത്ത് ബെഠാനെ കോ ജാൻതാ था. എന്നാൽ ഞാൻ എന്തിനാണ് അയാളുടെ നേർക്ക് കരങ്ങൾ നീട്ടിയത് എന്ന് അറിയാമായിരുന്നു. ഹം ഏക് ദൂസരെ കോ नहीं जानते थे. ഞങ്ങൾക്ക് പരസ്പരം അറിയില്ലായിരുന്നു. സാത്ത് സാത്ത് ചലന ജാൻതേ थे. എന്നാൽ ഒരുമിച്ച് നടക്കണം എന്ന് അറിയാമായിരുന്നു. ये नहीं जानना और जानना. അപ്പൊ ഈ വരികളിൽ ഈ ഉപയോഗിക്കുന്ന നഹീം ജാന്ന അല്ലെങ്കിൽ ജാന്ന എന്ന ഈ വാക്ക്, അറിയില്ല അല്ലെങ്കിൽ അറിയാം എന്നുള്ള ഈ പ്രയോഗം കവിത में किसी लोकगीत के स्थाई की तरह, കവിതയിൽ किसी लोकगीत के स्थाई की तरह, ഏതോ ഒരു നാടൻ പാട്ടിലെ സ്ഥായി की तरह, സ്ഥായി മേനെ പെഹല പദ, ആദ്യ ചരണം, നാടൻ പാട്ടിലെ ആദ്യ ചരണത്തെ പോലെ ബാർ ബാർ ലൗട്താ ഹെ, കവിതയിൽ ഇങ്ങനെ ആവർത്തിച്ച് പ്രയോഗിക്കുന്നു. देखिए, एक लोकगीत के स्थाई यानी पहला पद किस प्रकार बार बार लौटता है. ഇപ്പോൾ ഒരു നാടൻ പാട്ടിലെ സ്ഥായി അതായത് ആദ്യ ചരണം എപ്രകാരമാണ് ആവർത്തിച്ചു വരുന്നത് എന്ന് നമുക്ക് നോക്കാം. മലയാളം കാ ഏക് ലോക്ഗീത് സുനിയെ. മലയാളത്തിലെ ഒരു നാടൻ പാട്ടിന്റെ കുറച്ച് ഭാഗം കേട്ടു നോക്കുക. यहाँ हम देख सकते हैं कि इस लोकगीत के स्थाई यानी पहला पद और कुछ भाग बार बार लौटता है. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയും ഈ നാടൻ പാട്ടിലെ സ്ഥായി അല്ലെങ്കിൽ അതിന്റെ ആദ്യ ചരണവും തുടർന്നുള്ള കുറച്ച് ഭാഗവും ബാർ ബാർ ലൗട്താ ഹെ, ആ കവിതയില് ഉടനീളം ആവർത്തിച്ചു വരുന്നുണ്ട്. കണ്ട കണ്ട മാനത്തു കണ്ട ചക്കിപ്പരുന്തു പറക്കുന്നത്, അതാണ് ഈ കവിതയിലെ സ്ഥായി എന്ന് പറയുന്നത്. ഇപ്രകാരം തന്നെ വിനോദ് കുമാർ ശുക്ലാജിയുടെ ഹതാശാസെ ഏക് വ്യക്തി ബൈഠ് ഗയാ ഥാ എന്ന കവിതയിലും ജാന്ന അല്ലെങ്കിൽ നഹീം ജാന്ന എന്നുള്ള വാക്കുകൾ ആ കവിതയിൽ ഉടനീളം ആവർത്തിച്ചു വരുന്നുണ്ട്. ടിപ്പണിക്ക് ആകെ ഭാഗ് की ओर ध्यान दीजिए. അപ്പോൾ ഈ ആസ്വാദനക്കുറിപ്പിന്റെ തുടർന്നുള്ള ഭാഗം ശ്രദ്ധിക്കുക. ഗദ്യമേ ലിഖി ഹുയി കിസി കവിതാമേ. ഗദ്യാത്മകമായ ശൈലിയിൽ എഴുതിയ ഏതെങ്കിലും ഒരു കവിതയിൽ ലിറിക്കൽ യാ ഗീതാത്മകത കാ ബോധ്, അതിന്റെ ആ ലിറിക്കൽ യാ ഗീതാത്മകത അല്ലെങ്കിൽ അതിന്റെ ആ താളാത്മകമായ ആ ശൈലി ഈസ് ഖൂബി കെ സാത്ത് ഹതാശാസെ ഏക് വ്യക്തി ബൈഠ് ഗയാ ഥാ എന്ന ഈ കവിതയിലുള്ള ഇത്രയും സവിശേഷമായ രീതിയിൽ ഹിന്ദി की किस कविता में आया है, ഹിന്ദിയിലെ മറ്റേത് കവിതയിലാണ് ഉള്ളത് എന്ന് യാദ് നഹി ആ രഹ, ഓർമ്മ വരുന്നില്ല എന്നാണ് നരേഷ് സക്സേന ജി ഇവിടെ അഭിപ്രായപ്പെടുന്നത്. देखिए, यहाँ कविता के शिल्प पक्ष पर लेखक के निरीक्षण क्या क्या है. ഇപ്പൊ ഇവിടെ ഈ കവിതയുടെ അല്ലെങ്കിൽ ഹതാശാസെ ഏക് വ്യക്തി ബൈഠ് ഗയാ ഥാ എന്ന ഈ കവിതയുടെ ശില്പപക്ഷനെ കുറിച്ച് ലേഖകന്റെ ഒബ്സർവേഷൻസ് എന്തൊക്കെയാണ്. हाँ, कविता की शिल्पपक्ष की बारीक कारीगरी अत्यंत मार्मिक है. അപ്പോൾ ഈ കവിതയുടെ ശില്പപക്ഷ അതായത് കലാപക്ഷിലെ അതിസൂക്ഷ്മമായ കാരീഗരി ശില്പവിദ്യ അല്ലെങ്കിൽ അതിന്റെ ശില്പചാതുരി അത്യന്തം മാർമിക है, വളരെയധികം ഹൃദയസ്പർശിയാണ്. कविता में नहीं जानना और जानना शब्द
किसी लोकगीत के स्थाई की तरह बार बार लौटता है. അപ്പൊ ഈ കവിതയിൽ നഗീൻ ജാന്ന അതുപോലെ ജാന്ന എന്ന വാക്കുകൾ ഏതോ നാടൻ പാട്ടിലെ സ്ഥായിയെ പോലെ അല്ലെങ്കിൽ ആദ്യ ചരണത്തെ പോലെ ബാർ ബാർ ലൗട്ടാ ഹെ, പലതവണ ആവർത്തിക്കുന്നുണ്ട്. गद्य में लिखी हुई इस कविता के लिरिकल या गीतात्मकता का बोध सराहनीय है. ഒരു ഗദ്യാത്മകമായ ശൈലിയിൽ എഴുതിയിട്ടുള്ള ഈ കവിതയുടെ ലിറിക്കൽ യാ ഗീതാത്മകത കാ ബോധ്, അതിന്റെ ഒരു സംഗീതാത്മകത വളരെയധികം सराहनीय है, പ്രശംസനീയമാണ്. टिप्पणी के आगे के भाग की ओर ध्यान दीजिए. ഈ ആസ്വാദനക്കുറിപ്പിന്റെ തുടർന്നുള്ള ഭാഗം ശ്രദ്ധിക്കുക. जैसे किसी गजल में आखिरी शेर के आखिरी शब्द श्रोताओं की जुबान पर आपसे आप आ जाते हैं. അപ്പൊ നോക്കുക, ഒരു ഗസലിലെ ആഖിരി ഷേർ കെ ആഖിരി ശബ്ദ്, അവസാനത്തെ ആ ഈരടിയുടെ അല്ലെങ്കിൽ രണ്ടുപേരിയുടെ അവസാനത്തെ ആ വാക്ക് ശ്രോതാവും കി ജുബാൻ പർ, കേൾവിക്കാരുടെ നാവിൻ തുമ്പിലേക്ക് ആപ്സെ ആപ് ആ ജാത്തെ ഹെ, സ്വയം കടന്നു വരാറുണ്ട്. കാരണം പലതവണ ആവർത്തിച്ച് ആ ഗസലിലൂടെ കേട്ട് ചിരപരിചിതമായതുകൊണ്ട് തന്നെ ഗസൽ പാടി നിർത്തേണ്ടുന്ന ആ അവസാനത്തെ വാക്ക് ശ്രോതാക്കളുടെ നാവിൻ തുമ്പിലേക്ക് സ്വയം കടന്നു വരാറുണ്ട്. വൈസേ ഹി, അപ്രകാരം തന്നെ ഈസ് കവിതാക്കെ, ഈ കവിതയിലെ ഹതാശാ സേ ഏക് വ്യക്തി ബൈഠ് ഗയാ ഥാ എന്ന ഈ കവിതയിലെ അന്തിം ശബ്ദ്, അവസാനത്തെ വാക്ക്, യാനി അതായത് സാത് സാത് ചൽന കെ ബാദ്, സാത് സാത് ചൽന എന്ന് പാടിയതിനു ശേഷം യദി കവിതാ പാഠ് രോക് ദിയാ ജായ് തോ, ആ കവിത ചൊല്ലുന്നത് പെട്ടെന്ന് നിർത്തിയാൽ കൂടി അതിന്റെ ശേഷിക്കുന്ന ആ ഒരു വാക്ക് സുന്നേവാലെ ഖുദ് വാക്കി പൂരാ കർ ദേംഗെ, ആ വാക്കുകൂടെ ചേർത്ത് കേൾവിക്കാർ അല്ലെങ്കിൽ ശ്രോതാക്കൾ സ്വയം എന്ത് ചെയ്യും, ആ വരികളെ പൂർത്തീകരിക്കും. ഓർ കഹേംഗെ, അവർ പറയും ജാൻദേ ഥേ, അറിയാമായിരുന്നു എന്ന്. സാത് സാത് ചൽന എന്ന് പാടി ആ വരികൾ നിർത്തിയാൽ കൂടി അതിലെ അവസാനത്തെ വാക്ക് ശ്രോതാക്കളുടെ നാവിൻ തുമ്പിലേക്ക് സ്വയം കടന്നു വരും, ജാൻദേ ഥേ എന്ന്. നേരത്തെ നമ്മൾ പരാമർശിച്ച ആ ഗസലിലെ അവസാനത്തെ ആ വരിയിലെ അവസാനത്തെ വാക്ക് ശ്രോതാക്കളുടെ നാവിൻ തുമ്പിൽ എപ്രകാരമാണോ കടന്നു വരുന്നത്, അതുപോലെ ഈ കവിതയിലെയും അവസാനത്തെ ആ വാക്ക് നമ്മൾ ആ വരി പൂർത്തീകരിക്കാതെ നിർത്തിയാൽ കൂടി ആ വാക്ക് നാവിൻ തുമ്പിലേക്ക് പെട്ടെന്ന് കടന്നു വരും. देखिए बच्चों, यहाँ गजल के बारे में चर्चा की है. ഇവിടെ ഒരു ഗസലിനെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. ഗസൽ മാനെ ക്യാ ഹെ, എന്താണ് ഈ ഗസൽ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഹാ, ये तो അറബി സാഹിത്യ की പ്രസിദ്ധ കാവ്യ വിധ है. അപ്പോൾ ഈ ഗസലുകൾ അറബി സാഹിത്യത്തിലെ വളരെയധികം വിഖ്യാതമായ കാവ്യവിധ है, ഒരു കാവ്യ വിഭാഗം അല്ലെങ്കിൽ ഒരു പോയറ്റിക് ഫോം ആണ്. जो बाद में फारसी, उर्दू, नेपाली और हिंदी साहित्य में भी बहुत लोकप्रिय हुई. അപ്പോൾ ഈ ഗസലുകൾക്ക് അറബി സാഹിത്യത്തിലാണ് ആരംഭത്തിൽ വളരെയധികം പ്രചാരം ലഭിച്ചിരുന്നത് എങ്കിൽ പിൽക്കാലത്തത് ഫാർസി, ഉറുദു, നേപ്പാളി, ഹിന്ദി തുടങ്ങിയ ഭാഷാ സാഹിത്യങ്ങളിലും വളരെയധികം ജനപ്രീതി ലഭിക്കുകയുണ്ടായി. गजल की पंक्तियां तुगांद होने तथा शब्दों के दोहराने के कारण आखिरी शेर के आखिरी शब्द श्रोताओं के जुबान पर आपसे आप आ जाते हैं. ഇപ്പോൾ ഗസലിലെ വരികൾ തുഗാന്ത് ഹോന മേനെ അന്ത്യപ്രാസമുള്ളത് കൊണ്ടും അതുപോലെ തന്നെ ശബ്ദോങ്കെ ദൊഹരാനയ്ക്ക് കാരണം അതിലെ വാക്കുകൾ ആവർത്തിച്ച് പ്രയോഗിക്കുന്നത് കൊണ്ടും ആഖിരി ഷേർ കെ ആഖിരി ശബ്ദ്, അവസാന വരിയിലെ അവസാന വാക്ക് ശ്രോതാവുങ്കെ ജുബാൻ പർ ആപ്സെ ആപ് ആ ജാത്തെ ഹെ, കേൾവിക്കാരുടെ നാവിൻ തുമ്പിലേക്ക് സ്വയം കടന്നു വരാറുണ്ട്. കാരണം ആ ഗസലുടനീളം ആവർത്തിച്ചു വരുന്ന വാക്കായതുകൊണ്ട് പെട്ടെന്നത് കേൾവിക്കാരുടെ നാവിൻ തുമ്പിലേക്ക് കടന്നു വരിക സ്വാഭാവികമാണ്. बच्चों, हिंदी गजल का एक यूट्यूब वीडियो लिंक मैंने डिस्क्रिप्शन बॉक्स में दिया है, वो तो जरा देखिए. ഹിന്ദി ഗസലിന്റെ ഒരു യൂട്യൂബ് വീഡിയോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്, അതെല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. देखिए, यहाँ विनोद कुमार शुक्ल की हताशा से एक व्यक्ति बैठ गया था नामक कविता में भी जानते थे शब्द बार बार दोहराता है. അപ്പൊ ഇവിടെ വിനോദ് കുമാർ ശുക്ലജിയുടെ ഹതാശാ സെ ഏക് വ്യക്തി ബൈഠ് ഗയാ ഥാ എന്ന ഈ കവിതയിലും ജാൻതേ ഥേ എന്ന ആ വാക്ക് പലതവണ ആവർത്തിച്ചു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ശബ്ദಕ್ಕೆ पहले यदि കവിതാ പാഠ് ജോഗ് ദിയാ ജായ് തോ ഫി, അപ്പോൾ ഈ വാക്കിന് തൊട്ട് മുന്നിൽ വെച്ച് ആ കവിത ചൊല്ലുന്നത് നാം പെട്ടെന്ന് നിർത്തിയാൽ കൂടി സുന്നേ വാലെ ഖുദ് പൂരാ കർ ദേംഗെ ജാൻതേ ഥേ,
കേൾവിക്കാർ സ്വയം അതിന്റെ ശേഷിച്ച ഭാഗം, അതായത് जानते थे എന്നുള്ള ഭാഗം പൂർത്തീകരിക്കുന്നതാണ്. टिप्पणी के आगे के भाग की ओर ध्यान दीजिए. वो ഈ ആസ്വാദന കുറിപ്പിന്റെ തുടർന്നുള്ള ഭാഗം ശ്രദ്ധിക്കുക. एक कविता जानना शब्द के रूढ़िग्रस्त अर्थ को पूरी तरह से बदल देती है. ये कविता हताशा से एक व्यक्ति बैठ गया था എന്ന ഈ കവിത ജാന്ന ശബ്ദക്ക് അറിയുക എന്ന് പറയുന്ന ആ വാക്കിന്റെ റൂട്ടിഗ്രസ്ത് അർത്ഥക്കോ, റൂട്ടിഗ്രസ്ത് മേനെ കൺസർവേറ്റീവ്, യാഥാസ്ഥിതികമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള പരമ്പരാഗതമായ അതിന്റെ അർത്ഥത്തെ പൂരി തരാസെ ബദൽ ദേത്തി ഹെ, പൂർണ്ണമായിട്ടും മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ റൂട്ടിഗ്രസ്ത് അർത്ഥം എന്താണെന്ന് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതാണ്. ഒരു വ്യക്തി അയാളുടെ നാം, പദേ, ഉമ്ര, ഓഗ്ദെ ഓർ ജാതി സെ ജാന, ഒരു വ്യക്തിയെ അയാളുടെ നാം പേര്, പദേ അഡ്രസ്, ഉമ്ര വയസ്സ്, ഓഗ്ദെ പദവി, യാ ജാതി സെ ജാന അല്ലെങ്കിൽ അയാളുടെ ജാതിയിലൂടെ അയാളെ തിരിച്ചറിയുന്നത്, അതാണ് റൂട്ടിഗ്രസ്ത് അർത്ഥം എന്ന് പറയുന്നത്. അപ്പൊ അത്തരത്തിലുള്ള അതിന്റെ റൂട്ടിഗ്രസ്ത് അർത്ഥത്തെ അല്ലെങ്കിൽ അതിന്റെ പരമ്പരാഗതമായ ആ അർത്ഥത്തെ പൂരി തരാസെ ബദൽ ദേത്തി ഹെ, പൂർണ്ണമായിട്ടും മാറ്റുകയാണ് ഈ കവിത ചെയ്യുന്നത്. इस कविता की पहली दो पंक्तियों में ही कवि अपनी पूरी बात कह देता है. ഈ കവിതയുടെ ആദ്യത്തെ രണ്ട് വരികളിലൂടെ തന്നെ കവി ഈ കവിതയുടെ ഒരു പൂർണ്ണമായിട്ടുള്ള ആശയം പറയുന്നുണ്ട്. ശേഷ് പങ്ക്തിയ, ബാക്കി വരികൾ ഉസി കഹേ ഗേക്കോ, ആ ആദ്യ വരികളിലൂടെ പ്രതിപാദിച്ചതിനെ ഓർ സഖൻ ഓർ ഗഹര കർത്തി ഹെ, സഖൻ മേനെ സോളിഡ്, അതിനെ കുറച്ചുകൂടെ ഒന്ന് ഉറപ്പിക്കുന്നതിന് അല്ലെങ്കിൽ നിബിഡമാക്കുന്നതിനും, ഓർ ഗഹര കർത്തി ഹെ, ഒന്ന് ആഴമേറിയതാക്കുന്നതിനും വേണ്ടിയാണ് ബാക്കി വരികൾ ഉപയോഗിച്ചിരിക്കുന്നത്. കവിത കാ സന്ദേശിയേക്ക്, ഈ കവിതയുടെ ആശയം എന്ന് പറയുന്നത് ദോ മനുഷ്യോ കെ ബീച്ച്, രണ്ടു മനുഷ്യർക്കിടയിൽ മനുഷ്യതാ കാ എഹ്സാസ്, മനുഷ്യത്വത്തിന്റെ അനുഭവം, അതായത് മാനവീയ സംവേദന ഹോന ജരൂരി ഹെ, മാനുഷികമായ സഹാനുഭൂതിയാണ് വേണ്ടത്, അല്ലാതെ ജാൻകാരിയ ജരൂരി നഹി, അവിടെ മറ്റൊന്നിനെയും കുറിച്ചുള്ള അറിവുകളുടെ ആവശ്യം ഇല്ല. അവന്റെ പേരോ അഡ്രസ്സോ വയസ്സോ എന്നും മനസ്സിലാക്കേണ്ട ഒരു കാര്യം അവിടെ ഇല്ല. കിന്തു യേ സന്ദേശ് കവിതാമേ ഉപദേശ് കി തര നഹി ആത, എന്നാൽ ഈ ഒരു സന്ദേശം മനുഷ്യനെ മനുഷ്യനായി കാണണം എന്നുള്ള ആ സന്ദേശം കവിതയില് ഒരു ഉപദേശമായിട്ടല്ല കടന്നു വരുന്നത്. देखिए यहाँ हताशा से एक व्यक्ति बैठ गया था नामक एक कविता किस शब्द के रूढ़िग्रस्त अर्थ को बदल देती है. ഇവിടെ ഹതാശാ സെ ഏക് വ്യക്തി ബൈഠ് ഗയാ ഥാ എന്ന പേരുള്ള ഈ കവിത ഏത് വാക്കിന്റെ കൺസർവേറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ യാഥാസ്ഥിതികമായിട്ടുള്ള ആ ഒരു മീനിങ്ങിനെയാണ് ഇവിടെ മാറ്റുന്നത്. ഹാ, ജാന്ന ശബ്ദക്ക്, ജാന്ന എന്ന വാക്കിന്റെ. तो हताशा से एक व्यक्ति बैठ गया था नामक इस कविता का संदेश क्या है? तो हताशा से एक व्यक्ति बैठ गया था എന്ന ഈ കവിതയുടെ സന്ദേശം എന്താണ്? हाँ, इस कविता का संदेश एक है कि दो मनुष्यों के बीच मनुष्यता का एहसास यानी मानवीय संवेदना का होना जरूरी है. ഈ കവിത നമുക്ക് നൽകുന്ന സന്ദേശം രണ്ടു മനുഷ്യർക്കിടയിൽ മനുഷ്യത്വത്തിന്റെ അനുഭവമാണ്, അല്ലെങ്കിൽ മാനുഷികമായ ഒരു അനുഭൂതിയാണ് ഉണ്ടാകേണ്ടത്. ജാൻകാരിയാം ജരൂരി നഹി, അവിടെ വ്യക്തിയുടെ മറ്റു വിവരങ്ങളൊന്നും അറിയേണ്ട ആവശ്യം ഇല്ല. ठीक है बच्चों, यह हमें नरेश सक्सेना जी की आस्वादन टिप्पणी से परिचित होने का अवसर मिला है. तो ഇവിടെ നമുക്ക് നരേഷ് സക്സേന ജിയുടെ ഹതാശാ സെ ഏക് വ്യക്തി ബൈഠ് ഗയാ ഥാ എന്ന ഈ ആസ്വാദന കുറിപ്പ് പരിചയപ്പെടുന്നതിന് സാധിച്ചു. तो आगे हमें देखना है इस टिप्पणी में चर्चित विनोद कुमार शुक्ल जी की कविता हताशा से एक व्यक्ति बैठ गया था. പിന്നെ നമുക്ക് നോക്കേണ്ടത് നരേഷ് സക്സേന ജിയുടെ ഈ ആസ്വാദന കുറിപ്പിൽ പ്രതിപാദിച്ച വിനോദ് കുമാർ ശുക്ലജിയുടെ ഹതാശാ സെ ഏക് വ്യക്തി ബൈഠ് ഗയാ ഥാ എന്ന കവിതയാണ്. അപ്പോൾ നരേഷ് സക്സേന ജി ആ കവിതയെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് എത്രമാത്രം സത്യമാണ് എന്ന് ആ കവിത പരിചയപ്പെടുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നതാണ്. കവിത की ओर ध्यान दीजिए. कविता का नाम है हताशा से एक व्यक्ति बैठ गया था. നിരാശയുടെ ഒരു മനുഷ്യൻ ഇരിപ്പുണ്ടായിരുന്നു. पंक्तियां देखिए. हताशा से एक व्यक्ति बैठ गया था. നിരാശയുടെ ഒരു മനുഷ്യൻ ഇരിപ്പുണ്ടായിരുന്നു. വ്യക്തി കോ മേ നഹീ ജാൻതാ ഥാ, ആ മനുഷ്യനെ
എനിക്ക് അറിയില്ലായിരുന്നു. ഹതാശാക്കു ജാൻതാ ഥാ. അയാളുടെ നിരാശ എന്താണെന്ന് അറിയാമായിരുന്നു. എന്താണ് അയാളുടെ വിഷമമെന്ന് എനിക്ക് അറിയാമായിരുന്നു. ഇസ്ലിയെ മൈ ഉസ് വ്യക്തി കെ പാസ് ഗയ. അതുകൊണ്ട് ഞാൻ ആ മനുഷ്യന്റെ അടുത്തേക്ക് പോയി. മേനെ ഹാത്ത് ബെഠായ. ഞാൻ എൻ്റെ കരങ്ങൾ അയാൾക്കു നേരെ നീട്ടി. മേരാ ഹാത്ത് പകഡ് വോ ഖടാ ഹുവ. എൻ്റെ കരങ്ങളിൽ പിടിച്ച് അയാൾ എഴുന്നേറ്റ് നിന്നു. മുझे वो नहीं जानता था. എന്നെ അയാൾക്ക് അറിയില്ലായിരുന്നു. മേരെ ഹാത്ത് ബെഠാനെ കോ ജാൻതാ ഥാ. എന്നാൽ ഞാൻ കരങ്ങൾ നീട്ടിയത് എന്തിനാണെന്ന് അയാൾക്ക് അറിയാമായിരുന്നു. തന്നെ സഹായിക്കാനാണ് ആ കരങ്ങൾ നീട്ടപ്പെട്ടതെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. ഹം ദോനോം സാത്ത് ചലെ. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് മുന്നോട്ട് നടന്നു. ദോനോ ഏക് ദൂസരേക്കോ നഹീം ജാൻതേ ഥേ. ഞങ്ങൾക്ക് രണ്ടുപേർക്കും പരസ്പരം അറിയില്ലായിരുന്നു. സാത്ത് ചലനേക്കോ ജാൻതേ ഥേ. എന്നാൽ ഒരുമിച്ച് നടക്കണമെന്ന് അറിയാമായിരുന്നു. देखिए बच्चों, इस कविता की भाषा कितनी सरल है. ഈ കവിതയുടെ ഭാഷ എത്ര ലളിതമാണ്. യഹം വ്യാഖ്യ की दरकार नहीं है. ഇവിടെ പ്രത്യേകിച്ച് ഒരു വിശദീകരണത്തിന്റെ ആവശ്യം തന്നെയില്ല. വായനക്കാർക്കും അതുപോലെ തന്നെ കേൾവിക്കാർക്കും വളരെ എളുപ്പത്തിൽ ആശയം മനസ്സിലാവുന്ന തരത്തിലുള്ള വളരെ ലളിതമായ ഒരു ഭാഷയാണ് ഈ കവിതയിൽ ഉപയോഗിച്ചിട്ടുള്ളത്. कविता के संबंध में नरेश सक्सेना जी के जो कथन है वे पूर्णतः सत्य निकलते हैं. ഈ കവിതയെക്കുറിച്ച് നരേഷ് സക്സേന ജി പറഞ്ഞതൊക്കെയും പൂർണ്ണമായും സത്യം തന്നെയാണ്. ठीक है बच्चों, अगले क्लास में एक नए विषय को लेकर हम फिर मिलेंगे. അടുത്ത ക്ലാസ്സിന് മറ്റൊരു പുതിയ വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. ധന്യവാദം.